സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർ ബൈപ്പാസിലെ കാഴ്ചകളാണ്. കണ്ണൂർ ബൈപ്പാസ് കേരളത്തിലെ ദേശീയപാത 66 നിർമ്മാണത്തിൽ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തു കൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അത് ഈ ഭാഗത്തു കൂടെയാണ് കണ്ണൂർ ബൈപ്പാസ്. നിലവിലെ കണ്ണൂർ ടൗണിലെ ട്രാഫിക്കിനെ പറ്റി ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്കും കണ്ണൂരിലുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കും. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ടാങ്കർ ലോറികളും ദീർഘദൂര യാത്രക്കാരൊക്കെ കണ്ണൂർ ടൗണിലൂടെ കടന്നു പോകുന്നത്. താഴെ ചൊവ്വ മുതൽ പുതിയ തെരു വരെ നല്ല ട്രാഫിക്കാണ്. ഏത് സമയത്തും നട്ടപ്പാതിരക്ക് മാത്രമാണ് ചെറുതായിട്ടൊരു ഒഴിവുണ്ടാവുകയുള്ളൂ. അതിനൊക്കെ പരിഹാരമായിട്ടാണ് 22 കിലോമീറ്റർ നീളമുള്ള കണ്ണൂർ ബൈപ്പാസ്. കണ്ണൂർ ബൈപ്പാസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. ഏതായാലും വളപട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പാലത്തിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളപട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ പണികൾ. പുഴയ്ക്ക് നടുവിലുള്ള പെയിലിംഗ് പരിപാടികളൊക്കെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കരഭാഗത്ത് രണ്ട് സൈഡിലും മണ്ണിട്ട് നികത്താൻ പറ്റിയിട്ടുള്ള സ്ഥലത്തൊക്കെ പെയിലിംഗ് പരിപാടികൾ കഴിഞ്ഞു. പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞു. പുഴയുടെ ഈ സൈഡിൽ ഗഡർ വെച്ചു. അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു. 1250 മീറ്ററാണ് വളപട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ നീളം. നിലവിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം മാഹി ബൈപ്പാസിലെ ബാലം പാലത്തിലാണ്. 1125 മീറ്ററാണ് ബാലം പാലത്തിൻ്റെ നിലവിലുള്ള നീളം. നിലവിലുള്ള പാലം പൊളിച്ച് DPRൽ മാറ്റം വരുത്തി പണിതപ്പോഴാണ് ഈ ഒരു നീളം കൂടാനുള്ള കാരണം. അതേപോലെ തന്നെ ഈ ഒരു വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കണ്ട് 250ഓളം മീറ്റർ കൂട്ടിയിട്ടുണ്ട്. ആദ്യം 750 മീറ്റർ ആയിരുന്നു മൊത്തത്തിൽ പാലത്തിൻ്റെ നീളം. പിന്നെ കരഭാഗത്ത് കുറച്ചും കൂടി പാലം കൂട്ടിയത് കൊണ്ട് 1250 മീറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇരിട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. കണ്ണൂർ എയർപോർട്ട് ഭാഗത്തേക്കും പോകുന്ന റോഡാണ്. അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഓവർപാസിൻ്റെ പണികൾ തകൃതിയിലാണ് കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ മണ്ണെടുക്കുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വലുതും ചെറുതുമായിട്ട് ഒട്ടനവധി പാലങ്ങളുണ്ട് ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ. ഏകദേശം 1 കിലോമീറ്ററിനോടടുത്ത് നീളമുള്ള പാലങ്ങളും 250 മീറ്റർ നീളമുള്ള പാലങ്ങളും 750 മീറ്ററിൽ കൂടുതൽ നീളമുള്ള വാഡക്റ്റുകളും 130 മീറ്റർ വരെ നീളമുള്ള വാഡക്റ്റുകളും വരെ ഉണ്ട് ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ. ഏതായാലും ഈ ഒരു പാലത്തിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ വെറും 5 സ്പാനിടയിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിരുന്നത്. ഇന്നത് ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇടതുവശത്തും ഗഡർ ലോഞ്ച് ചെയ്യുന്ന പണികൾ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുല്ലൂപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുല്ലൂപ്പിക്കടവിൻ്റെ ചാരത്ത് കൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. കേരളത്തിലെ ഇത്രയും മനോഹരമായിട്ടുള്ള ദേശീയപാത കടന്നു പോകുന്ന വേറൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പറയും ആലപ്പുഴയിൽ സുഹൃത്തുക്കളെ കുട്ടനാടിൻ്റെ സൈഡിൽ കൂടെ നല്ല ഹൈവേ കടന്നു പോകുന്നത്. ആലപ്പുഴയിലെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഏതായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലം ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. പക്ഷേ ഇവിടെ ടൂറിസം വരികയെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരു സ്ഥലത്ത് ഒരു പാർക്ക് നിർമ്മിച്ചാൽ ടൂറിസം ആവില്ല. അവിടെ സ്വകാര്യ നിക്ഷേപങ്ങൾ വരണം. അത് വന്നാൽ മാത്രമേ ടൂറിസം മേഖലയിൽ വൻ കുതിപ്പുണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് കണ്ടൽക്കാടാണ്. കണ്ടൽക്കാടും ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ടൂറിസത്തിന് അനുമതി കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. കേന്ദ്ര സർക്കാരിൻ്റെ നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഒരു പുല്ലൂപ്പിക്കടവ് വേറെ ലെവലിലാകും സുഹൃത്തുക്കളെ. ഇവിടെ ഫ്ലോട്ടിംഗ് റിസോർട്ട് അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിക്കാന്നുണ്ടെങ്കിൽ വേറെ ലെവലിലാകും. അല്ലാതെ ഇവിടെ കുറേ കാഴ്ചക്ക് ആൾക്കാർ വന്നിട്ട്, അതായത് കാഴ്ച കാണാൻ ഇവിടെയുള്ള ആൾക്കാരെ വരുള്ളൂ. അതായത് പ്രാദേശിക ആൾക്കാർ വന്നാൽ അതിൻ്റെ അടുത്തുള്ള ഉപ്പിലിട്ട മാങ്ങ, ഐസ്ക്രീം, എണ്ണക്കടികൾ, ചായ ഇങ്ങനത്തെ കച്ചവടങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഫ്ലോട്ടിംഗ് റിസോർട്ട് അങ്ങനെ വിദേശികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംരംഭമാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ തേടി വരുന്നതാണ് ഫ്ലോട്ടിംഗ് റിസോർട്ടുകൾ. ഇപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തുണ്ട്. അതൊക്കെ ഇവിടെ പറ്റും. കാരണം പുല്ലൂപ്പി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുതിയ ടെക്നോളജികൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇഷ്ടംപോലെ ടെക്നോളജികൾ ഉപയോഗിച്ച് പണി നടത്തുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ബൈപ്പാസ്. നമുക്ക് ഒരുപാട്, അതായത് നമ്മൾ കാണാത്ത ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് PVD അതേപോലെ സ്റ്റോൺ പെയിലിങ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു വെറൈറ്റി സാധനമാണ്. അതായത് കേരളത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ഈ തരത്തിലുള്ള വാൾ നമ്മൾ കണ്ടിട്ടില്ല. ഇതെന്താ വെച്ചാൽ GSBയിൽ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ജിയോ ഷീറ്റിൽ മൂടിക്കെട്ടിയിട്ടാണ് ഈ ഒരു വാൾ നിർമ്മിച്ചിട്ടുള്ളത്.
ഇത് സാധാ എംസാൻഡും GSBയും മിക്സ് ആക്കിയിട്ട്, അതായത് കോൺക്രീറ്റ് ഇടുന്ന പോലെ തന്നെ, പക്ഷെ അത്ര കോൺക്രീറ്റിന് അത്ര സ്ട്രോങ് ഉണ്ടാവില്ല. ഇതിലേക്ക് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ നിറക്കും. അതിൽ ജിയോസെല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഇത് നിറയ്ക്കൽ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബോക്സ് ഊരും. അപ്പോൾ ഇതൊക്കെ അടിയിൽ കാണുന്നത് പോലെ അരിച്ചാക്ക് പോലെ ഇതേപോലെ ആകും. നല്ല ടെമ്പറിലാണ് സാധനം കിടക്കുന്നത്, അതായത് കോൺക്രീറ്റ് പോലെ തന്നെ. അപ്പോൾ വെള്ളത്തിന് സുഖമായിട്ട് ഒഴുകാനും, പിന്നെ ഈ ഒരു ചതുപ്പ് പ്രദേശം, അതായത് കണ്ടൽക്കാട് ഉണ്ടായിരുന്ന ഈ ഭാഗത്താണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം ചതുപ്പ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചാൽ മതി. എത്രയോ ടൺ കണക്കിന് GSB ഇവിടെ കൊടുന്നിറക്കിയപ്പോഴത്തിന് ഇവിടുത്തെ മണ്ണ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. PVD, ഫാബ്രിക്കേറ്റഡ് വെർട്ടിക്കൽ ഡ്രെയിൻ, സ്റ്റോൺ പെയിലിങ്, പിന്നെ ജിയോ സിന്തറ്റിക് സൊല്യൂഷൻ, അങ്ങനെ ഒരുപാട് ഈ ചതുപ്പുള്ള പ്രദേശത്ത് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്നോളജികളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവ് വന്നിട്ടുള്ളത് നിർമ്മാണ മേഖലയിൽ, കോൺക്രീറ്റ് അല്ലാത്ത ഭാഗത്ത് നിർമ്മാണ ചെലവ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പുല്ലോപ്പിക്കടവിൻ്റെ ഭാഗത്താണ്. ഈ ഒരു ജിയോസെല്ലിൽ കിട്ടിയ സാധനം അരിച്ചാക്ക് പോലത്തെ സാധനം, അതിനപ്പുറത്തേക്ക് ചെറിയൊരു പ്ലാങ് വെക്കുന്നുണ്ട്. ആ പ്ലാങ് 2 വെക്കുന്നത്. ഒന്ന് മണ്ണിനടിയിലോട്ട് താന്നിട്ടുണ്ട്, ഏകദേശം 3/4 ഭാഗത്തോളം മണ്ണിനടിയിലോട്ട് താന്നിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ തള്ളിപ്പോകാതിരിക്കാൻ, അതായത് ഭാരം കൂടുമ്പോൾ, ഈ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് ഭാരം കൂടുമല്ലോ, അപ്പോൾ ഭാരം കൂടുമ്പോൾ തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. അതിലൊക്കെ ഹോളുണ്ട്, വെള്ളത്തിന് സുഖമായിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്ന കോലത്തിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പക്ക കോൺക്രീറ്റ് ഇട്ടിട്ടില്ല, കോൺക്രീറ്റിൻ്റെ പകരം ചെറുതായിട്ടൊരു സെമി കോൺക്രീറ്റ്, അതായത് CTSB എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലത്തെ ഒരു ഇതാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇവിടെ മണ്ണിട്ടേർത്തുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടൊക്കെ ഇതേപോലത്തെ വാളാണ് കെട്ടിയിട്ടുള്ളത്. കട്ട വെച്ച് വാൾ കെട്ടുന്ന പണികളോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളുകളോ ഒന്നുമല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഈ ഒരു സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നല്ലോ, ആ പേര് അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് GSB ജിയോസെല്ലിൽ കെട്ടി പൊതിഞ്ഞിട്ട്, GSB മാത്രമല്ല അതിൽ സിമെൻറ്റൊക്കെ മിക്സിങ് ഉണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി വാളാണ്. നമ്മൾ ഗാബിയൻ വാൾ കണ്ടിട്ടുണ്ട്, കോൺക്രീറ്റ് വാൾ കണ്ടിട്ടുണ്ട്, RE പാനൽ കണ്ടിട്ടുണ്ട്, RE വാൾ കണ്ടിട്ടുണ്ട്, RE ബ്രിക്ക് കണ്ടിട്ടുണ്ട്. ഈ ഒരു സാധനം ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഏതായാലും വിശ്വസമുദ്ര ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. ഒന്നിലും ഫലം കിട്ടാഞ്ഞിട്ടാണ് ലാസ്റ്റ് സ്റ്റോൺ പെയിലിംഗ് നടത്തിയത്. അപ്പോൾ സ്റ്റോൺ പെയിലിംഗ് എന്താണെന്ന് അറിയാത്ത ആളുകളെ നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് പോയി കണ്ടോളി. സ്റ്റോൺ പെയിലിംഗ് എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ വീണ്ടും ഒരു പാലമാണ്. 3 വലിയ പാലങ്ങളാണ് പുല്ലോപ്പിക്കടവിൻ്റെ സൈഡിലുള്ളത്. ഈ നടുഭാഗത്തുള്ള മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കാനുള്ളതാണ്. പിന്നെ 3 പാലും വെറൈറ്റി ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നിൻ്റെ പിയർ ക്യാപ്പ് പോലെയല്ല മറ്റേതിൻ്റെ പോലെയല്ല അപ്പുറത്തുള്ളത്. 3 വെറൈറ്റി പാലങ്ങളാണ്. അങ്ങനെ പാലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ഓവർപാസ്സായി ഇവിടെ? 2ാമത്തെ ഓവർപാസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓവർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. പഞ്ചായത്ത് റോഡിന് കുറുകെയാണ് ഈ ഒരു ഓവർപാസ് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ആ വളപട്ടണം പോയതിൻ്റെ ആ സൈഡിൽ കണ്ട ഓവർപാസ് ഉണ്ടല്ലോ, അതിൻ്റെ പണി നല്ല വേഗത്തിലാണ് കഴിഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. ഇരിട്ടി കണ്ണൂർ എയർപോർട്ട് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അത്. അപ്പോൾ ഇവിടെ പഞ്ചായത്ത് റോഡിന് കുറുകെ ഒരു ചെറിയൊരു ഓവർപാസ് ഉണ്ട്, അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ചിട്ടില്ല. ഇതും പുല്ലോപ്പിക്കടവ് തന്നെയാണ്. ഇവിടെയൊക്കെ ഒരുപാട് പൈസ മുടക്കി ഒരുപാട് നൂതന ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മെയിൻ റോഡിന് RE ബ്രിക്ക് വെച്ചിട്ടാണ് മണ്ണിട്ടുയർത്തിയിട്ടുള്ളത്. സൈഡിലാണ് നമ്മൾ നേരത്തെ കണ്ട ജിയോസെൽ GSB സിമെൻറ്റ് മിക്സിംഗ് ഒക്കെ ഉപയോഗിച്ച് വാൾ കെട്ടിയിട്ടുള്ളത്. ഏതായാലും ചതുപ്പ് നിറഞ്ഞ പ്രദേശമായത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ ആദ്യം കൊണ്ടുവന്നിട്ട മണ്ണൊക്കെ ആക്കണേ, ഇവിടെ ഒരുപാട് മെറ്റലും അതേപോലെ എംസാൻ്റെ ചെറിയ മെറ്റലൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു, അതും ടൺ കണക്കിന്. അപ്പോൾ അത്രയും ടൺ കണക്കിന് മെറ്റലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുന്നിട്ടപ്പോഴത്തിന് ഇവിടെ ഈ ചതുപ്പ് പ്രദേശത്ത് ഇട്ട മണ്ണ് ചെറുതായിട്ടൊന്ന് വൈഡായി പോയി. അതായത് ഇങ്ങനെ ബെൻഡായി പോയല്ലോ, അങ്ങനെ ബെൻഡായി പോയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള ഈ സ്റ്റോൺ പെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെയും ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, ഇവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഇത് കണ്ടില്ല ഞങ്ങൾ, കണ്ണൂർ ടൗണിൽ നിന്ന് ഒരുപാട് ഉള്ളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്താണ് കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള ദൂരം, NH 66 നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള ദൂരം അരമണിക്കൂർ നമുക്ക് കുറക്കാൻ പറ്റും. അരമണിക്കൂറല്ല കേട്ടോ, റോഡിൻ്റെ പണി മൊത്തം കഴിഞ്ഞേക്കാന്നുണ്ടെങ്കിൽ അതിലേറെ കുറക്കാൻ പറ്റും. പക്ഷേ കണ്ണൂർ എയർപോർട്ട് ഉണ്ടാകുമോ, നിലനിന്ന് പോകുമോ? വളരെ കുറഞ്ഞ വിദേശ കമ്പനികൾ മാത്രമാണ് അവിടേക്ക് സർവീസ് നടത്തുന്നത് എന്നൊക്കെ അറിയാൻ സാധിച്ചു. എന്താണ് അതിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ല. കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും കാലിക്കറ്റ് എയർപോർട്ടിനെയാണ് ആശ്രയിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു. അത് പോട്ടെ, ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റോൺ പെയിലിംഗ് നടത്തിയതിന് ശേഷമാണ് ഈ ഒരു പണികൾ ചെയ്തിട്ടുള്ളത്.
സ്റ്റോൺ പൈലിംഗ് പറഞ്ഞാൽ മണ്ണിനടിയിലേക്ക് ഒരു തൂണ് പോലെ GSP അടിച്ചിറക്കും. ആ GSP തൂണ് പോലെ ഇങ്ങനെ പാറമൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്തതിനു ശേഷം അതിന് മുകളിലാണ് ഈ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുക. അതായത് പിന്നെ മണ്ണ് താന്നു പോകില്ല, ആ തൂണിൻ്റെ ഉറപ്പിലിങ്ങനെ നിൽക്കും. വളപ്പട്ടണം പുഴയ്ക്ക് ശേഷമുള്ള ആ ഒരു ഭൂപ്രകൃതിയല്ല ഇനി കാണാൻ പോകുന്നത്. ഇനി കുന്നുകളും കയറ്റിറക്കങ്ങളൊക്കെ ഉള്ള ഒരു ഭൂപ്രകൃതിയാണ്. അപ്പോൾ പുല്ലോപ്പിക്കടവിനും കണ്ടൽക്കാടിന് സൈഡിലൂടെയുള്ള മനോഹരമായിട്ടുള്ള ഒരു പാത ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതുവരെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വയഡക്റ്റുകളും അതേപോലെ മണ്ണെടുത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗങ്ങൾ, അങ്ങനത്തെ ഭാഗങ്ങളാണ്. അപ്പോൾ 2 തരം ഭൂപ്രകൃതിയാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസിലുള്ളത്. 2 തരം എന്നല്ല, വേറെ വെറൈറ്റി ഭൂപ്രകൃതിയാണ് ഈ ഒരു ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്തുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം വരെയാണ് താഴ്ന്ന പ്രദേശത്ത് കൂടെ, അതായത് ചതുപ്പ് പ്രദേശം കണ്ടൽക്കാടിൻ്റെ സൈഡിലൂടെയും പുല്ലുപ്പിക്കടവിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ പാത കടന്നു പോകുന്നത്. ഇനി അങ്ങോട്ട് മണ്ണെടുത്ത് പാത നിർമ്മിക്കുന്ന ഭാഗങ്ങളും വയഡക്റ്റിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങൾ, അങ്ങനത്തെ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു കണ്ണൂർ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള ഭാഗം വേറെ ഇല്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള ഭാഗം വേറെ ഇല്ല. ഏതായാലും ഫിസിക്കലി 65% പണികൾ വിശ്വസമുദ്രം ഇവിടെ കഴിച്ചിട്ടുണ്ട്. അപ്പം സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗത്ത് കണ്ണൂർ ജില്ലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിരുന്നു. ഞാനും അത് റിയലായി ചെയ്തിട്ടുണ്ട്. അപ്പം മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള കാരണം ഞാനത് KNRൻ്റെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അതിന് അടിഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ സോയിൽ നെയിലിംഗ് ചെയ്ത പണി കഴിഞ്ഞ ഭാഗത്ത് എവിടെയും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല. പിന്നെ പല ഭാഗത്തും പല തരത്തിലുള്ള ഭൂപ്രകൃതിയാണ് ഈ ഒരു ബൈപ്പാസിലുള്ളത്. ഇത് ഞാൻ അങ്ങനെ കാണിക്കാനുള്ള കാരണം വളരെ കുറഞ്ഞ ഭാഗമാണ്. അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇനി മുകൾ ഭാഗത്തു നിന്ന് എവിടെയെങ്കിലും വെള്ളം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു കുറഞ്ഞ ഭാഗം ഏകദേശം ഒരു 200 മീറ്റർ മാത്രമാണ് ഇവിടെ പരന്നിട്ടുള്ളൂ, അതായത് ചെറിയൊരു സ്ലോപ്പിൽ. ആ ഒരു ഭാഗത്തു നിന്ന് വെള്ളം എത്രത്തോളം സ്ട്രോങ്ങിലാണ് വരുന്നതെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിയാൽ നിങ്ങൾ കുത്തിയൊലിച്ച് പോയിട്ടുണ്ട്. അതായത് വലിയ കോൺക്രീറ്റ് കഷ്ണങ്ങളും കല്ലുകളും വരെ ഒലിച്ചു പോയിട്ടുണ്ട്. ഈ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള കാഴ്ച. അപ്പം നല്ല രീതിയിൽ ഒരുപാട് ദൂരത്തിൽ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന സ്ഥലത്ത് എന്താകും അവസ്ഥ? ഇതേപോലത്തെ പലതരത്തിലുള്ള ഭൂപ്രകൃതിയാണ് ഈ ഭാഗത്തുള്ളത്. ഏതായാലും നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവിടെ കാര്യമായിട്ടുള്ളൊരു പണി നടക്കുന്നില്ല. അവിടെ പിന്നെ തോടും അണ്ടർപാസും ഒരുമിച്ച് വരുന്നൊരു സ്ഥലമുണ്ട്. അതായത് രണ്ടായിട്ടാട്ടോ, 2 സെക്ഷനായിട്ടാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചതാണ്. അവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല. എയർപോർട്ട് റോഡ്, മട്ടന്നൂർ റോഡിന് കുറുകെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. അതിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവസാന സ്പാനിലാണ് ഇനി കോൺക്രീറ്റ് ബാക്കിയുള്ളൂ. 3 സ്പാനാണ് ആ ഭാഗത്തെ ഫ്ലൈ ഓവറിനുള്ളത്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികളും BC ചെയ്യുന്ന പണികളും ആരംഭിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ ഒരു അണ്ടർപാസ് കാണാൻ പറ്റി. PWD റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ അണ്ടർപാസ് ഉണ്ട്, അതിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്ത് ആളുകൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാസും കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം, അതായത് അപ്പോൾ മട്ടന്നൂർ റോഡ് ഉണ്ടല്ലോ, അത് മുതൽ ഈ ഒരു അണ്ടർപാസിൻ്റെ ഈ ഭാഗം വരെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിട്ടുയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 6 വാൾ വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ടുയർത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത്. ഒരുപാട് സ്ഥലത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് മണ്ണിട്ടുയർത്തുന്നു, ഒരു സ്ഥലത്ത് മണ്ണെടുത്ത് സോയിൽ നെയിലിംഗ് ചെയ്ത് പാത കടന്നു പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വയഡക്റ്റിലൂടെ പാത കടന്നു പോകുന്നു. കണ്ടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള 3 രൂപങ്ങളിലൂടെയാണ് ഇവിടെ പാത കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്ത് മണ്ണിട്ടുയർത്തി കുറച്ച് പുറത്ത് ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞതിന് ശേഷം മണ്ണെടുത്തിട്ട് പാത നിർമ്മിച്ചു. ഇത് ഈ ഭാഗത്തെത്തിയപ്പോൾ വയഡക്റ്റിലൂടെ പാത കടന്നു പോകുന്നു. തിലാന്നൂർ ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന നമ്മളിപ്പോൾ നേരെ മുമ്പിലുള്ള ഭാഗത്തൊക്കെയാണ്, അവിടെയും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം. സോയിൽ നെയിലിംഗ് ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു. അതിന് 2 ദിവസം മുമ്പാണ് സോയിൽ നെയിലിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കാരണം ഫുള്ള് ചോടി മണ്ണാണ്. ഒരു വർഷം മുമ്പ് നമ്മൾ ഇവിടുത്തെ വീഡിയോ അപ്ലോഡ് ചെയ്താട്ടോ. ആ ഒരു വർഷത്തിൽ കാര്യമായിട്ടുള്ള പണികൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോഴും നല്ല രീതിയിൽ അടർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഈ ഇടതുവശത്ത് കാണുന്ന വീട് ഇതൊക്കെയാണ്, അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞതാണ്. അന്നേ അവർ താമസമൊന്നുമില്ല കേട്ടോ. പിന്നെ ആ തിലാന്നൂർ ഭാഗത്ത് വീട് പൊളിഞ്ഞു വീണല്ലോ. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട ആ വീടൊക്കെ അവരോട് ആദ്യം തന്നെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഭീഷണിയുള്ള സ്ഥലത്തൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം തീരെ ഉറപ്പില്ലാത്ത മണ്ണാണ്, ചൗടി മണ്ണ്. പല സ്ഥലത്തും പല തരത്തിലുള്ള മണ്ണാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു വയഡക്റ്റാണ് കണ്ണൂർ ബൈപ്പാസിലെ ഏറ്റവും വലിയ വയഡക്റ്റ്. അപ്പോൾ ഇതിൽ ഗഡർ വെക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ കണ്ണൂർ ജില്ലയിലെ മുയ്പിലങ്ങാട് മുതൽ കീത്തള്ളി വരെയുള്ള വീഡിയോ ചെയ്തപ്പോൾ തിരാന്നൂർ ഭാഗം വരെയുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം വരെയുള്ള കാഴ്ചകളായിരുന്നു കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കണ്ണൂർ ബൈപ്പാസിൽ ഇത്രയും മാറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്.
മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇവിടെ വിശ്വസമുദ്ര പണികൾ നടത്തുന്നത്. മറ്റുള്ള സ്ഥലം പോലെ മഴക്കാലം മാറുമ്പോൾ പണികൾ എളുപ്പം തീർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കണ്ണൂർ ബൈപ്പാസിലുള്ളത്. മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുകളും പണിക്ക് വേഗത കുറക്കുന്നുണ്ട്. ഏതായാലും 65% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്കലി 65% കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. 70 അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസമുദ്രയുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. കാരണം മുയ്പിലങ്ങാട് മുതൽ കീത്തള്ളി വരെയും പാപ്പനശ്ശേരി മുതൽ കുറ്റിക്കോൽ വരെയുള്ള ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്ത് 6 വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു 22 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ബൈപ്പാസിൽ മാത്രമാണ്, അതായത് പാപ്പനശ്ശേരി മുതൽ കുറ്റിക്കോൽ വരെയുള്ള ഈ ഒരു ബൈപ്പാസിൽ മാത്രമാണ് ഇനി പണികൾ ബാക്കിയുള്ളത്. ഏതായാലും ഓഗസ്റ്റ് വരെ ഇവർക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്, 2025 ഓഗസ്റ്റ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണൂർ ബൈപ്പാസിൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇതേപോലെ ചളി പിളി നായാട്ടായിരുന്നു ഇവിടെ. അപ്പോൾ നല്ല ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക. ലൈക്ക് അടിക്കാതെ ആരും പോകണ്ട, ലൈക്ക് അടിച്ചുകൊണ്ട് പെയ്ക്കോളി. കാരണം ലൈക്കിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് നിങ്ങൾ എത്രത്തോളം ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഡിസ്ലൈക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഡിസ്ലൈക്ക് അടിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. കണ്ണൂർ ബൈപ്പാസിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളി. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കണ്ട.